ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അറേബ്യൻ റെസിപ്പിയായ സൗദി കബ്സ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മല്ലിയില, പുതിനയില, പച്ചമുളക്, കറിവേപ്പില, സവാള, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ, പിന്നെ കാപ്സിക്കോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം വലിങ്ങനെ കട്ട് ചെയ്ത ചിക്കൻ പീസുകളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് 15 മിനിറ്റ് മാറ്റി വെക്കാം. ശേഷം ഇതുപോലെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കറുപ്പിയും കറാമ്പും ഏലക്കായും കുരുമുളകുമാണിത്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ സവാളയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ടൊമാറ്റോ ഇതുപോലെ ഒരു മിക്സിയിലാക്കി നമുക്കത് ജ്യൂസ് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കറിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ച ടൊമാറ്റോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ചിക്കൻ ക്യൂബ്സ് ആണ്. നമുക്കതും ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചിക്കൻ ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി മിക്സ് ചെയ്യാം. ഫൈനലായി ഉപ്പും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചിടാം. രണ്ട് വിസിലിന് ശേഷം ഇനി നമുക്കിത് തുറക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഇതുപോലെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ചിക്കൻ വേവിച്ച ആ വാട്ടർ നമുക്ക് ഇതിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഉണങ്ങിയ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടും. അതിൻ്റെ കൂടെ ഒരു മുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുകി വെച്ച ബസ്മതി റൈസ് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം വേറൊരു പാൻ എടുത്ത് നമുക്കതിലേക്ക് കുറച്ചധികം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതേപോലെ മുളകും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാകും. ഓരോന്നായി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റൈസിലേക്ക് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ക്യാരറ്റും ഇട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി നമ്മുടെ റൈസിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മുടെ അറേബ്യൻ റെസിപ്പിയായ സൗദി കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.